ഗൈസ്, വെൽക്കം ബാക്ക് ടു സകടുംബ വ്ളോഗ്സ്. സകടുംബ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് 21 നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേ ആയിക്കൊണ്ട് സകടുംബ വ്ളോഗ്സുകാർക്ക് എന്താണ് പ്രത്യേകത എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇന്ന് ദൃശ്യം 3യുടെ ഫാൻ ഷോ റിലീസാവുന്ന ദിവസമാണ്. അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ 8 മണിക്ക് ആ ഷോ കാണാൻ വേണ്ടി പോകുകയാണ്. ചിറ്റയുണ്ട്, പൊന്നാപ്പിയുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്, പൊന്നനുണ്ട്, പിന്നെ ഏട്ടനുണ്ട്. ഏട്ടൻ കുളിക്കുന്നേ ഉള്ളൂ, റെഡി ആവുന്നതേ ഉള്ളൂ. 8 മണിക്കാണ് ഷോ. ചങ്ങനാശ്ശേരിയുടെയൊക്കെ ഒരു ബസ് വെച്ച് നമ്മൾ ഇച്ചിരി നേരത്തെ പോയെങ്കിൽ മാത്രമേ നമുക്ക് കയറി കാണാനായിട്ട് പറ്റത്തുള്ളായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇവിടുന്ന് പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ 7 മണി ആവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലോ, ബ്ലോക്കോ അങ്ങനെ വല്ലതൊക്കെ സംഭവിച്ചാലോ. അതെ, എല്ലാരും ഉറ്റുനോക്കുന്ന ഒരു പടം കൂടാണല്ലോ. അമ്മയോട് വന്നിട്ട് രാവിലെയാണ് ഷോ, 8 മണിക്കാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞ ഉടനെ അമ്മ രാവിലെ പടവോ, ചുമ്മാ പറയരുത്. അപ്പൊ പറഞ്ഞു ഫാൻ ഷോ. ഇത് റിലീസല്ല, റിലീസ് ശരിക്കും നാളെ വെള്ളിയാഴ്ചയാണ് റിലീസ്. ഇന്ന് ബുധനല്ലേ, ഇന്ന് വ്യാഴാഴ്ച ഫാൻ ഷോ ആണ്. അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുങ്ങി സെറ്റായിട്ട് നിൽക്കുകയാണ്. ഏട്ടനും കൂടെ ഒരുങ്ങി വന്നാൽ മതി. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഫാൻ ഷോ ഒന്നും കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് പടം പബ്ലിക്കലി റിലീസാകുന്നതിന് മുമ്പുള്ള ഒരു ഷോ കാണാനായിട്ട് കിട്ടുന്ന ഒരു അവസരം. അപ്പോൾ അത് ഒന്ന് മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, നിങ്ങളെയും കൂടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനാണ് നമുക്ക് വീഡിയോ ചെയ്യുന്നത്. ഏട്ടപ്പൂ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ദൃശ്യം 3യുടെ ഫാൻ ഷോ കാണാൻ പോകാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയേ പറയാം. പടം എങ്ങനെയുണ്ടെന്ന് ഞങ്ങളത് ജെന്യുവനായിട്ടുള്ള റിവ്യൂവും ഞങ്ങൾ പറയുന്നതായിരിക്കും. കാരണം ഞങ്ങൾ ഒരു ഫാൻസിൻ്റെ ആളല്ല, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു എന്താ പറയണ്ടേ, ഒരു അങ്ങനത്തെ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റിവ്യൂ വളരെ ജെന്യുവനായിരിക്കും. അപ്പോൾ നമുക്ക് പടം കണ്ടിട്ട് വരാം. ാണ് ഇത്ര വെളുപ്പിനെ ഒരു പടത്തിന് പോകുന്നത് അല്ലേ ചിറ്റെ? 10 മണിക്കത്തെയൊക്കെ ഷോയ്ക്ക് പോയിട്ടുണ്ട്, ഉച്ചക്കത്തെ ഷോയ്ക്ക് പോയിട്ടുണ്ട്, രാത്രിയിലത്തെ ഷോയ്ക്ക് പോയിട്ടുണ്ട്. മിക്കപ്പോഴും രാത്രിയിലത്തെ ഷോയ്ക്കാണ് ഇവിടുന്ന് പോകാറുള്ളത്. അപ്പം ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് 8 മണിക്കത്തെ ഷോയ്ക്ക് പോകുന്നത്. അത് വേറൊരു തരം എക്സ്പീരിയൻസ് ആണ്. കേശുവിനെ ഉണർത്തി, കേശുവിനെ ഒരുക്കി കേട്ടോ. കേശുവിനങ്ങ് ധൃതിയാ, ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേശുവിന് പോകണം. അപ്പോൾ ആ ഒരു ടെൻഡൻസി നിൽക്കുക കേശു. എവിടെയോ ഓടിക്കളിക്കാനുള്ള ഏതോ സ്ഥലത്തോട്ട് പോകുക എന്നുള്ള ഒരു ധാരണയിലാണ് കേശു ഉള്ളത്. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഇപ്പോൾ എല്ലാവരും ഒരുങ്ങി ഇറങ്ങി തുടങ്ങി. അപ്പോൾ നമുക്ക് കാറിലൊക്കെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങളും പടവും എല്ലാം നിങ്ങളെ, പടം കാണിക്കാൻ പറ്റത്തില്ല, പടത്തിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് പറയാം. ക്ലൈമാക്സും പറഞ്ഞു തരാമെന്ന്. ക്ലൈമാക്സ് ഒന്നും പറയത്തില്ല, അതൊക്കെ വെള്ളിയാഴ്ച സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ പോയി കണ്ടുവേണം, നിങ്ങൾ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പോയി കണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങളോട് പറയാം. വേണ്ട ടിക്കറ്റ്, നമ്മുടെ ടിക്കറ്റ് എല്ലാം വേണ്ടേ? ടടേങ് ടടേങ് ടടേങ്. അപ്പോൾ നമുക്ക് ഷോ വന്നിട്ട് അഭിനയായിലാണ് മെയ് 21 8 മണിക്ക്. അപ്പം നമ്മൾ പോയിട്ട് വരാം. പടം കാണാൻ വേണ്ടി പോവാണ്. പടം കാണാൻ പോകുമ്പം എന്നേലും ഓർമ്മകളുണ്ടോ അമ്മ? എന്താ ഓർമ്മയുള്ളത്? ഞങ്ങളവിടെ പുഷ്പ തിയേറ്റർ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൊച്ചില് അവിടെ പടം ഇറങ്ങിയുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ 50 പൈസ 1 രൂപയൊക്കെ കൊടുത്ത് അന്നത്തെ കാലത്ത് ടിക്കറ്റിന് 50 പൈസ 1 രൂപയോ ഒക്കെ ഉള്ള ഫ്രണ്ടിൽ ഇരിക്കുന്നതിന് ബെഞ്ചിലിരിക്കുന്നതിന് 5 രൂപ ടിക്കറ്റ് ഒക്കെ ആയിരുന്നു. അന്നേരം 5 വയസ്സിൽ താഴോട്ടുള്ളവർക്ക് ടിക്കറ്റ് എടുക്കണ്ട, 5 വയസ്സിൽ മേലോട്ടുള്ളവർക്ക് ടിക്കറ്റ് എടുക്കണം. അന്നേരം എന്റെ വീട്ടിൽ നിന്ന് ഞാനും, അമ്മ, ചേച്ചി, ആങ്ങള, അച്ഛൻ, ഇവളെ കൊച്ചൻ, അനിയത്തി. അന്നേരം ഇവക്ക് 5 വയസ്സൊന്നും, ഇവക്ക് 6-7 വയസ്സൊക്കെ ആകും. ഇവിടെ ഞങ്ങൾ എടുത്തോണ്ടാ പോകുന്നത് ടിക്കറ്റ് എടുക്കാൻ. 5 വയസ്സുള്ളത് പറഞ്ഞോണ്ട് 5 വയസ്സായില്ല, ആകുന്നതേ ഉള്ളത്. ആ പൈസ നമുക്ക് പൈസ ഇല്ലല്ലോ അന്നൊന്നും. പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടാ. പിന്നെ സിനിമ കാണാനുള്ള ആഗ്രഹം. 2 പ്രാവശ്യമൊക്കെ പോയി കാണുന്ന സിനിമകളുണ്ട്. അടി കൊണ്ടിട്ട് ഓടുന്ന സിനിമ കുമാരസംഭവം ഏതാണ്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല. അച്ഛൻ പറഞ്ഞുള്ള അറിവുകളുണ്ട്. കാണാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു സെക്കൻഡ് ഷോയ്ക്ക് വിടാമെന്ന് പറഞ്ഞു എല്ലാരെയും കൂടെ. അച്ഛൻ പണി കഴിഞ്ഞ് വന്നിട്ട്. പക്ഷെ ഞങ്ങളുടെ പപ്പിയച്ചിക്ക് ഇല്ല, അവക്ക് രാവിലെ ഷോയ്ക്ക്, ആദ്യത്തെ ഷോയ്ക്ക് എല്ലാരും പോകുന്ന കണ്ടപ്പോ അവക്ക് പോണം. അവൾ അവരുടെ കൂടെ പോയി കാണാന്. അത് കഴിഞ്ഞപ്പോ വൈകിട്ട് അമ്മയൊക്കെ സെക്കൻഡ് ഷോയ്ക്ക് പോയപ്പോ അവക്ക് അന്നേരം പോണം. അമ്മയൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് അച്ഛൻ പോയില്ല, അച്ഛനൊന്നും പോകാൻ പറ്റിയില്ല. എന്നെ കൊണ്ടൊക്കെ അമ്മയൊക്കെ അങ്ങ് പോയെന്ന് പറഞ്ഞു. അച്ഛൻ വന്നപ്പോഴത്തേന് കരഞ്ഞോണ്ടിരിക്കും, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അച്ഛൻ ഞങ്ങളുടെ വീട് തൊട്ട്
തിയേറ്റർ വരെ അടിച്ചു. അവിടെ കൊണ്ട് കാണിച്ചു. അത്രയ്ക്ക് സിനിമാ ഭ്രാന്തായിരുന്നു അന്നൊക്കെ. ഇറങ്ങുന്ന ദിവസം വരെ വെള്ളിയാഴ്ച സിനിമ ഇറങ്ങുന്നു. ആ വെള്ളിയാഴ്ച ഞങ്ങളുടെ പ്രമുഖമോട് കൂടുമ്പോ മൊത്തം ഞങ്ങൾ പരിശോധിക്ക് പോകുമായിരുന്നു. അതെ, ആണെങ്കിൽ അങ്ങോട്ട് വരാനങ്ങ് ചട്ടുവാണ്. കേശുവിനെ എടുത്ത് ഫ്രണ്ടിലോട്ടൊന്ന് കൊണ്ടുവരട്ടെ. കേശു നമ്മൾ എവിടെ കേശുവിന് അറിയത്തില്ല എവിടെ പോവാന്ന്. കേശുവിന്റെ വിചാരം എവിടോ ഓടിക്കളിക്കാൻ പറ്റുന്ന ഏതോ പ്രദേശത്തോട്ട് ദൂരയാത്ര പോവാണ്. രാവിലെ സ്നഗ് എടുത്ത് തരുന്നു, ഡ്രസ് എടുത്ത് തരുന്നു. അതെ അതെ ഞാൻ തോളയിലിട്ടു. അതെ, അവനെ കൂടെ എടുക്കേ. അങ്ങനെയൊക്കെ ആയിരുന്നു. നോക്കിയിരിക്കുവോ, അങ്ങനെ അറിയത്തില്ലല്ലോ ചങ്ങനാശ്ശേരി അഭിനയ വരെ പോകുന്നുണ്ടെന്ന്. അവിടെ ചെന്ന് കഴിയുമ്പം കേശു ഇവിടെ ഉണ്ടായിരുന്നു. അതെ, ടാറ്റ പോകുന്ന കുഞ്ഞാ, എപ്പോഴും ടാറ്റ പോകാൻ ഇഷ്ടമുള്ള കുഞ്ഞാ. പോസിലിരിക്കുവോ, ജാടയിലിരിക്കുവോ, ടാറ്റ പോകുന്നതിന്റെ ജാടയാ കേശുവിന്. ഞങ്ങള് തിയേറ്ററിൽ എത്തിയിട്ട് കാണിക്കാം. ഇപ്പൊ തന്നെ ഇത്രയും തിരക്കുണ്ട്. ഇതിനകത്ത് കയറി പോകാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് ടിക്കറ്റ് ഉണ്ടല്ലോ, കുഞ്ഞുണ്ടല്ലോ, അത് പറഞ്ഞകത്ത് കയറാൻ പറ്റുമോ നോക്കാം കേട്ടോ. അറിയാനുള്ള പ്രായം അവനായിട്ടില്ല. ഒടുവിൽ നമ്മൾ അകത്ത് കയറി ഗൈസ്. ഭയങ്കര ഒരു റഷായിരുന്നു. ദൈവഭാഗ്യത്തിന് ഏറ്റവും ലാസ്റ്റിലത്തെ സീറ്റ് തന്നെ നമുക്ക് കിട്ടി. ഇപ്പൊ സിനിമ തുടങ്ങും. ആകെ അറിയാവുന്നത് നല്ല നാടൻ അല്ല. അതിൽ കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്ത ഒരു ഗപ്പൊന്നും കിട്ടിയില്ല. Maria, Asha, Emily, Asha, Asha. പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ഗോവയായാലും നിന്റെ അപ്പൻ ജനിച്ച കുമ്പളങ്ങിയായാലും ജാക്കറ്റിന്റെ മയില.
കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പൊ ഏട്ടനൊരു കോള് വന്നിട്ട് പുറത്തോട്ട് പോയി. അപ്പൊ എന്നെ പിടിച്ച ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയേക്കുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ സിനിമ? സൂപ്പർ സിനിമയായിരുന്നു കേട്ടോ. ജെന്യുവിൻ ആയിട്ടുള്ള അഭിപ്രായം പറയണം. നല്ല സിനിമ, കണ്ടിരിക്കാനും നല്ല സിനിമയായിരുന്നു. അതായത് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ഓരോ നിമിഷവും. ഫസ്റ്റ് ഹാഫില് നമുക്ക് സെക്കൻഡ് ഹാഫിൽ എന്താ നടക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ആയിരുന്നു. ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചിന്തിച്ചതിനേക്കാൾ അല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളത് കണ്ട് തന്നെ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ഒരു പടം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നുമല്ല സെക്കൻഡ് ഹാഫിൽ നടന്നത്. അത്രയും പൊളിപ്പടം, ത്രില്ലിംഗ് പടം. എനിക്ക് തോന്നുന്നത് ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും. സൂപ്പർ സിനിമയായിരുന്നു. ലാസ്റ്റ് ഇത് തുടരും എന്ന് തന്നെ തോന്നുന്നുണ്ട്. അതെ, ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പോയി കാണും. അതെ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മോഹൻലാൽ ഫാനോ മമ്മൂട്ടി ഫാനോ ഒന്നുമല്ല, പക്ഷെ ഞാൻ നല്ല സിനിമകളുടെ ഫാനാണ്. അമ്മ മമ്മൂട്ടി ഫാനാണ്, പക്ഷെ മമ്മൂട്ടിയുടെ എല്ലാ പടവും ഇഷ്ടമാണോ? അതെ അതെ, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. അവരെന്നെ ചളപ്പുളിപ്പടം എടുത്താലും ഇഷ്ടമാണോ? അല്ല, നമുക്ക് ഏതാണോ സിനിമ ആ സിനിമയുടെ ഫാനാണ് നമ്മൾ. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇത് ഫാൻ ബേസ് ഉണ്ടാകാവുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞങ്ങളുടെ ജെന്യുവിൻ അഭിപ്രായം പറയുന്നത്. ഒരുപാട് മീൻസ് ലാഗ് ഒന്നുമില്ല ഇതിനകത്ത്. വളരെ ഫാമിലി പിക്ചറാണ്. ഓൾറെഡി ഫാമിലി റിലേറ്റഡ് സ്റ്റോറിയാണ്, ഫാമിലീസിന് കാണാൻ പറ്റുന്ന കഥയാണ്. അതേപോലെ തന്നെ ഉള്ളൊരു പാർട്ടാണ് ഇതും. ഞങ്ങളുടെ കേശുപുന്നാരി ഉറങ്ങി. കേശുപുന്നാരിയുടെ ഭാഗത്തുനിന്ന് കേശുപുന്നാരിക്ക് അതെ അവരെല്ലാരും കാണുമ്പോഴുള്ള ഒരു ബഹളം മാത്രമല്ലാതെ അവനതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാരും പോയി കാണുക. അടിപൊളി പടമാണ്. ഇപ്പൊ എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ റിലീസായി. ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ ടിക്കറ്റ് കിട്ടുന്ന ടൈമിൽ റിലീസ് ആയിട്ടില്ലായിരുന്നു, ഫാൻ ഷോ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രിയിൽ എല്ലാ ഓൾ കേരള ഫുൾ റിലീസ് വന്നിട്ടുണ്ട്. ഓൾ ഇന്ത്യ ആയിരിക്കും ചിലപ്പം, അതേപറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. പക്ഷെ എല്ലാ തിയേറ്ററിലും ഉണ്ട് എന്ന് പറയുന്നു. അപ്പം നിങ്ങളെല്ലാവരും പോകണം, മസ്റ്റ് ആയിട്ടും കാണണം. കണ്ടിട്ട് വേണം നിങ്ങളുടെ ജെന്യുവിൻ റിവ്യൂ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാണാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നെങ്കിലും പറയണം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും